ചെയ്തതിന്. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? അമിത പ്രാധാന്യം കിട്ടുന്നുണ്ടോ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന്? നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു വൈകുന്നേരം ഈ കാപ്പി പിടിക്കുന്ന സമയമാകുമ്പോഴാണ് ഇത് കാണാൻ വരുന്നത്. കാരണം ഇത് ഈ കട്ടൻ ചായയും പരിപ്പ് വടയും അതിന്റെ കൂടെ ന്യൂസ് 18 ചാനലിന്റെ പൊതുവേദിയും കൂടെ ആവുമ്പോൾ നമ്മുടെ ദിവസം സൂപ്പർ. പിന്നെ ഈ നവലിബറൽ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യലിസം, പിന്നെ ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം, ഇതെല്ലാം കൂടെ ഞങ്ങൾ വളരെ വളരെ കൃത്യമായി ഭരിക്കുന്നതിന്റെ ഗുണഫലമായിട്ട് ഏതാണ്ട് 8 വർഷം കേരളത്തിൽ ഞങ്ങൾ ഭരിച്ചു. അതിന്റെ ആ ഗുണം കണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മത്സരിക്കുന്നത് 7 സ്ഥലത്താണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ത്യയിലെ 540 സ്ഥലങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ചില എന്താ പറയുക, പൊട്ടക്കിണറ്റിലെ തവള പോലെ സംസാരിക്കുന്ന ആൾക്കാരോട് കേൾക്കുമ്പോഴേ ഈ ചായ വെച്ചിട്ട് പോയാൽ എന്തേന്ന് ആലോചിക്കാറുണ്ട്. എങ്കിലും സാറ് നാളെ മുതൽ പ്രധാനമന്ത്രി മോദിയുടെതൊക്കെ ഒരു തവണ കാണിച്ചാൽ മതി, 5 തവണ ഒന്നും കാണിക്കരുത്. കാര്യം അറിയോ? ഹലോ, കേൾക്കുന്നു. നമുക്കത് ഭയങ്കര അരോചകമായിപ്പോ. കാരണം മോദിയാണല്ലോ, സംഘി മോദിയൊക്കെ ആവുമ്പോ കാണാൻ പലർക്കും ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു തവണ വേണമെങ്കിൽ 1.5 തവണയൊക്കെ കാണിക്കാം. എന്റെ പൊന്ന് സാറേ, ഈ അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കിടക്കുന്ന ആൾക്കാരാണോ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അയാൾ ചെയ്യട്ടെ. അത് അയാളൊരു മറ്റൊരു മതത്തിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മതത്തിന് ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം ചെയ്യാൻ പോകുന്നു. അതിന് മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പിണറായി വിജയൻ ടൂർ പോയാൽ അത് അദ്ദേഹത്തിന്റെ കാര്യം, സ്വന്തം പൈസയ്ക്കാണെങ്കിൽ. ജനങ്ങളുടെ പൈസയ്ക്കാണ് പോകണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. സ്വന്തം പൈസയ്ക്ക് പോകണമെങ്കിൽ ആരാണ് ചോദ്യം ചെയ്യുന്നത്? മോദി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് അദ്ദേഹം പോയി അവിടെ ഇരിക്കുന്നു. അതിലിവിടെ ആർക്കാണ് കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ വിളിച്ചാൽ കിട്ടുമെങ്കിൽ നമുക്ക് അന്ന് കാണാം ഈ ആവേശവും ഈ ടർബോയും ആർഭാടവും ഒക്കെ അന്നൊക്കെ എല്ലാവരും കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. നന്ദി. വ്യക്തമാണ് ശ്രീ പ്രദീപിന്റെ വാക്കുകൾ.